വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ദേശീയ ഭൌമശാസ്ത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. തൊഴിലും സംരംഭകത്വവും വനിതകൾക്ക് സ്വപ്ന സാക്ഷാത്കാരത്തിന് അവസരം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. MiG-21 യുദ്ധവിമാനങ്ങൾക്ക് വിട നൽകി ഇന്ത്യൻ വ്യോമസേന. ചണ്ഡിഗഡിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുത്തു. രാജ്യവ്യാപകമായി BSNL 4G സേവനം നാളെ മുതൽ ആരംഭിക്കുമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 4-ൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ ഭൌമശാസ്ത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ഭൌമശാസ്ത്ര മേഖലയിൽ പുരസ്കാര ജേതാക്കൾ നൽകിയ വിശിഷ്ട സേവനങ്ങളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. രാഷ്ട്രപതി ഭവനിലാണ് പുരസ്കാരദാന ചടങ്ങ് നടന്നത്. മനുഷ്യനാഗരികതയുടെ വികസനത്തിൽ ധാതുക്കൾ നിർണായക പങ്ക് വഹിക്കുന്നതായി രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു. കൽക്കരിയുടെയും ഇരുമ്പിന്റെയും അഭാവത്തിൽ വ്യവസായവൽക്കരണം സാധ്യമാകുമായിരുന്നില്ലെന്നും ശ്രീമതി മുർമു ചൂണ്ടിക്കാട്ടി. ये सस्टेनेबल मिनरल डेवलपमेंट के लिए बहुत जरूरी है. ये बहुत ही प्रसन्नता की बात है कि खान मंत्रालय सस्टेनेबिलिटी और इनोवेशन के लिए प्रतिबद्ध है तथा खनन उद्योग में AI, मशीन लर्निंग और ड्रोन बेस्ड सर्वेज को बढ़ावा दे रहे हैं. साथ ही माइन टेलिंग्स के द्वारा वैल्यूएबल एलिमेंट्स की रिकवरी पर भी बल दे रहा है. തൊഴിലും സംരംഭകത്വവും വനിതകൾക്ക് സ്വപ്ന സാക്ഷാത്കാരത്തിന് അവസരം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിൽ നടപ്പാക്കുന്ന മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജനയുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 75 ലക്ഷം സ്ത്രീകളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 10,000 രൂപ വീതം പദ്ധതിയിലൂടെ കൈമാറി. കേന്ദ്ര സർക്കാരിന്റെ മുദ്രാ യോജന, ഡ്രോൺ ദീദി, ഇൻഷുറൻസ് സഖി പദ്ധതികൾ രാജ്യത്തെ വനിതകളുടെ സ്വയം തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. और आज से मुख्यमंत्री महिला रोजगार योजना शुरू की जा रही है. इस योजना से अब तक जैसा मुझे बताया गया 75 लाख बहनें जुड़ चुकी हैं. अभी एक साथ इन सभी 75 लाख बहनों के बैंक अकाउंट में 10-10 हजार रुपए भेजे गए हैं. MiG-21 യുദ്ധവിമാനങ്ങൾക്ക് വിട നൽകി ഇന്ത്യൻ വ്യോമസേന. 60 വർഷം നീണ്ട ഐതിഹാസിക സേവനങ്ങൾക്ക് ശേഷമാണ് MiG-21 വ്യോമസേനയോട് യാത്ര പറഞ്ഞത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ ചണ്ഡിഗഡിൽ നടന്ന ചടങ്ങിലാണ് വിമാനങ്ങൾ ഡീകമ്മീഷൻ ചെയ്തത്. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് MiG-21ന്റെ അവസാന പറക്കലിന് നേതൃത്വം നൽകി. സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാനും മറ്റ് സേനാ മേധാവിമാരും ചടങ്ങിൽ സന്നിഹിതരായി. യുദ്ധമുഖത്തെ ഭയരഹിത പോരാളിയായിരുന്നു MiG-21 യുദ്ധവിമാനങ്ങളെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. 1963-ൽ വ്യോമസേനയുടെ ഭാഗമായ MiG-21 1965-ലെയും 71-ലെയും ഇൻഡോ പാക് യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. രാജ്യവ്യാപകമായി BSNL 4G സേവനം നാളെ മുതൽ ലഭ്യമാക്കുമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പൂർണ്ണമായും തദ്ദേശീയമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് BSNL 4G സേവനങ്ങൾ നൽകുന്നത്. 5G സേവനങ്ങളും ഈ വർഷം തന്നെ നൽകാനാണ് BSNL പദ്ധതിയിടുന്നത്. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയ കേന്ദ്ര സർക്കാർ ഇന്റർനെറ്റ് വിപ്ലവത്തിലൂടെ രാജ്യത്ത് സാധ്യമാക്കിയ പരിവർത്തനങ്ങളാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാപർവിൽ ഇന്ന്. ബ്രോഡ്ബാൻഡിന്റെയും അതിവേഗ മൊബൈൽ നെറ്റ്വർക്കുകളുടെയും പിന്തുണയോടെ നഗരഗ്രാമ ഭേദമില്ലാതെ രാജ്യം മാറ്റത്തിന്റെ പാതയിൽ മുന്നേറുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് നെറ്റ് പദ്ധതി ഇതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. 2.18 ലക്ഷത്തോളം ഗ്രാമപഞ്ചായത്തുകളിൽ ഡിജിറ്റൽ കണക്ടിവിറ്റി ഉറപ്പുവരുത്താൻ ഈ സംരംഭത്തിലൂടെ സാധിച്ചു. ഇന്റർനെറ്റ് ഉപയോഗത്തിൽ ഗ്രാമങ്ങൾ നഗരങ്ങളെ മറികടക്കുന്ന അപൂർവ കാഴ്ചയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. भारत के गांवों में इंटरनेट का उपयोग करने वालों की संख्या कभी शहरी लोगों से ज्यादा हो जाएगी, ये कुछ साल पहले तक सोचना भी मुश्किल था. गांव की महिलाएं, किसान, गांव के युवा भी इतनी आसानी से इंटरनेट का इस्तेमाल करेंगे, इस पर भी बहुत लोग सवाल उठाते थे. लेकिन अब ये सारी स्थितियां बदल चुकी. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യയുടെ പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ഈ മാസം 22-ന് പ്രാബല്യത്തിൽ വന്ന GST ഘടന പരിഷ്കാരങ്ങൾ നികുതി ഘടനയെ 5%, 18% എന്നിങ്ങനെ 2 സ്ലാബുകളാക്കി മാറ്റി. സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും കർഷകർക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന വിധത്തിലാണ് നിരക്ക് മാറ്റം. ബുധനാഴ്ച നടന്ന അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് ശേഷം ലേയിൽ സ്ഥിതിഗതികൾ ശാന്തമായതായി ലഡാക്ക് ഭരണകൂടം. അനിഷ്ട സംഭവങ്ങളുണ്ടായതായി റിപ്പോർട്ടുകളില്ല. സ്കൂളുകളും കോളേജുകളും അംഗൻവാടികളും ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 2 ദിവസത്തെ അവധി നൽകിയിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. റോഡുകളിൽ നാമമാത്രമായ ഗതാഗതം മാത്രമാണ് ഉള്ളത്. 4 പേരുടെ ജീവൻ നഷ്ടമായ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ ലേ വികസന കൌൺസിൽ ഇത് സംബന്ധിച്ച് അന്വേഷണവും പ്രഖ്യാപിച്ചു. അതേസമയം ലഡാക്കിലെ പരിസ്ഥിതി നേതാവായ സോനം വാങ്ചുങ്ങിന്റെ NGOയ്ക്ക് വിദേശ സംഭാവന സ്വീകരിക്കുവാനുള്ള FCRA സർട്ടിഫിക്കറ്റ് ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കി. FCRA നിയമം ലംഘിച്ച് NGO അക്കൌണ്ടിലൂടെ പണം കൈപ്പറ്റി എന്ന് ആരോപിച്ചാണ് നീക്കം. നെല്ല് സംഭരണം സംബന്ധിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച കേന്ദ്ര സംഘം പാലക്കാട് ജില്ലയിൽ സന്ദർശനം ആരംഭിച്ചു. വടവന്നൂർ പാടത്തിലെ കർഷകരുമായി സംഘം സംവദിച്ചു. കൊല്ലങ്കോട്, പൊൽപ്പുള്ളി, മലമ്പുഴ എന്നിവിടങ്ങളിലും കർഷകരെ സംഘം നേരിൽ കാണും. കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ ഇന്നും നാളെയുമായി കേരളവും തമിഴ്നാടും സന്ദർശിക്കും. നാളെ കൊല്ലത്ത് അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ അമൃതവർഷം പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തിരുവനന്തപുരം അരുവിക്കര ഡാമിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഷട്ടറുകൾ 15 സെന്റിമീറ്റർ ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥ കാരണം മങ്കയം എക്കോ ടൂറിസം കേന്ദ്രം അടച്ചു. പത്തനംതിട്ട അച്ചൻകോവിൽ നദിയിൽ ജലനിരപ്പ് ഉയരുന്നു. നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യത ഉള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് സൂപ്പർ 4-ൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ഞായറാഴ്ചയാണ് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ഫൈനൽ. സൂപ്പർ 4-ൽ ഇന്നലെ ബംഗ്ലാദേശിനെ 11 റൺസിന് പരാജയപ്പെടുത്തിയാണ് പാകിസ്ഥാൻ ഫൈനൽ ഉറപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 126-ാം പതിപ്പ് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും മുഴുവൻ ശൃംഖലകളിലും പരിപാടി ലഭ്യമായിരിക്കും. 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും മൻ കി ബാത്തിലേക്ക് ആശയങ്ങൾ അറിയിക്കുവാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 334 പോയിന്റ് ഇടിഞ്ഞ് 80,825-ലും നിഫ്റ്റി 105 പോയിന്റ് ഇടിഞ്ഞ് 24,785-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില വീണ്ടും ഉയർന്നു. പവന് 320 രൂപ വർദ്ധിച്ച് 84,240 രൂപയും ഗ്രാമിന് 10,530 രൂപയുമാണ് ഇന്നത്തെ വില. ഹമാസിനെ അപലപിച്ച് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. UN പിന്തുണയുള്ള സമാധാന പദ്ധതിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും മഹ്മൂദ് അബ്ബാസ് വ്യക്തമാക്കി. UN പൊതുസഭയിൽ നിന്ന് വിലക്കിയതിനെ തുടർന്ന് വീഡിയോ സന്ദേശത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. സമാധാന പദ്ധതിക്കായി US, ഫ്രാൻസ്, സൌദി അറേബ്യ എന്നീ രാജ്യങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഭൌമശാസ്ത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. തൊഴിലും സംരംഭകത്വവും വനിതകൾക്ക് സ്വപ്ന സാക്ഷാത്കാരത്തിന് അവസരം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. MiG-21 യുദ്ധവിമാനങ്ങൾക്ക് വിട നൽകി ഇന്ത്യൻ വ്യോമസേന. ചണ്ഡിഗഡിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുത്തു. രാജ്യവ്യാപകമായി BSNL 4G സേവനം നാളെ മുതൽ ആരംഭിക്കുമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് സൂപ്പർ 4-ൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.